കണ്ണൂരിൽ 1.5 വയസ്സുകാരനെ കടലിൽ എറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ അമ്മ ശരണ്യ കുറ്റക്കാരിയെന്ന് കോടതി. ശരണ്യയുടെ സുഹൃത്ത് നിധിനെ കോടതി വെറുതെ വിട്ടു. തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് ഉത്തരവ്. വിവരങ്ങളുമായി എം സന്തോഷ് കണ്ണൂരിൽ നിന്ന് ചേരുകയാണ്. സന്തോഷ്, അന്ന് വളരെ വിവാദമാവുകയും വലിയ വേദനയുണ്ടാക്കുകയും ചെയ്തൊരു കേസായിരുന്നു ഇത്. ഇപ്പോൾ ഈ കേസിൽ അമ്മ ശരണ്യ കുറ്റക്കാരിയെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ശരണ്യ കുറ്റക്കാരിയെന്ന് കണ്ടെത്തിക്കൊണ്ട് കോടതി വിലയിരുത്തിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് സന്തോഷ്? മനു, ഈ കേസിൽ രണ്ടുപേരെയായിരുന്നു പ്രതി ചേർത്തിരുന്നത്. ഒന്ന് 1.5 വയസ്സുകാരനായ കുട്ടിയുടെ അമ്മ ശരണ്യയും രണ്ടാം പ്രതി ശരണ്യയുടെ സുഹൃത്തായിരുന്നു. ശരണ്യയുടെ സുഹൃത്തിനെ ഇപ്പോൾ ഈ കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തി വെറുതെ വിട്ടിരിക്കുകയാണ്. ശരണ്യ മാത്രമാണ് ഈ കേസിൽ കുറ്റക്കാരി എന്നുള്ളതാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. കൊലപാതകം ഈ പ്രോസിക്യൂഷന് തെളിയിക്കാനായി അതേസമയം തന്നെ ശരണ്യയുടെ സുഹൃത്ത് നിധിനെ കോടതി തെളിവുകളുടെ അഭാവത്തിൽ തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി വെറുതെ വിടുകയായിരുന്നു. 2020 ഫെബ്രുവരി മാസത്തിലായിരുന്നു ഈ സംഭവം. ഈ കണ്ണൂർ പയ്യിലിലെ 1.5 വയസ്സുകാരനായ വിയാനെ ആദ്യം കാണാതാവുകയും പിന്നീട് നടത്തിയിട്ടുള്ള തിരച്ചിലിൽ കടലിൽ ഇടുക്കിൽ പാറക്കൂട്ടങ്ങൾക്കിടയിൽ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തുകയുമായിരുന്നു. അന്ന് വലിയ വിവാദമായ ഒരു കേസാണിത്. ഈ അമ്മ ഉൾപ്പെടെ കുഞ്ഞിനെ തിരയുന്നതിനായി അന്ന് കുഞ്ഞിനെ കാണുന്നില്ല എന്ന് നാട്ടുകാരോട് പറയുകയും അങ്ങനെ കടപ്പുറത്ത് മുഴുവൻ തിരച്ചിൽ നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ കേസിൽ വളരെ നിർണായകമായ ഒരു തെളിവ് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞത് ഈ അമ്മയുടെ ചെരുപ്പ് കടലിൽ നിന്നും പോലീസ് അന്വേഷണ സംഘം കണ്ടെത്തുകയായിരുന്നു. വീട്ടിൽ നിന്നും നടന്നു പോകുന്ന വഴിയിൽ കടലിടുക്കിനോട് ചേർന്ന് അമ്മയുടെ ചെരുപ്പ് ഈ പോലീസ് കണ്ടെത്തി. അതോടൊപ്പം തന്നെ അവിടേക്ക് ഈ സമയത്ത് നടന്നു പോയിട്ടുണ്ട് എന്നുള്ള കാര്യം പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. വളരെ കൃത്യമായ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ കോടതി പ്രോസിക്യൂഷൻ ഈ കേസിൽ കോടതിയിൽ ഈ വാദിച്ചു. ഇപ്പോൾ ഈ ആൺ സുഹൃത്തിനോടൊപ്പം പോകാനായിരുന്നു ഈ ക്രൂരത ഇവർ ചെയ്തതെന്നല്ലേ അന്ന് മനസ്സിലാക്കിയതല്ലേ? തീർച്ചയായും അന്ന് പ്രോസിക്യൂഷന്റെ പോലീസിന്റെ കണ്ടെത്തൽ ഇതായിരുന്നു. ഈ ആൺ സുഹൃത്തായ നിധിനൊപ്പം പോകാനായി ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തി. അതായത് ഈ കുടുംബജീവിതത്തിന്റെ തടസ്സങ്ങൾ മാറിക്കെട്ടുന്നതിനായി ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തുകയും അതിനുശേഷം നിധിനൊപ്പം പോകുകയുമായിരുന്നു പദ്ധതി. ഈ നിധിൻ ഈ കൊലപാതകം നടന്നതിന് തൊട്ട് മുൻപുള്ള ദിവസം പോലും ശരണ്യയുമായി വീടിനടുത്ത് വെച്ച് സംസാരിച്ചതിന് തെളിവുകൾ പോലീസ് ഹാജരാക്കിയിരുന്നു. പക്ഷേ ഈ കൊലപാതകം ഈ നിധിൻ അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അത് നിധിനുമായി ഗൂഢാലോചന നടത്തിയാണ് കൊലപാതകം നടത്തിയത് എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിരുന്നില്ല. ഈ കൃത്യമായിട്ടുള്ള തെളിവുകൾ അക്കാര്യത്തിൽ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതായത് ഈ കൊലപാതകത്തിന് മുൻപ് നിധിൻ അവിടെ പോയിരുന്നു. ഈ ശരണ്യയുമായി സ്ഥിരമായി സംസാരിക്കുന്നത് ഉൾപ്പെടെയുള്ള തെളിവുകൾ പോലീസിന് ലഭിച്ചിരുന്നു. പക്ഷേ ഏതായാലും കോടതി നിധിനെ ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുകയാണ്. ഈ അച്ഛന്റെ അടുത്ത് കിടന്നുറങ്ങുന്ന കുഞ്ഞിനെ ആയിരുന്നു രാത്രി ഈ ശരണ്യ എടുത്തുകൊണ്ടുപോയി കടലിൽ എറിയുകയും അതിനുശേഷം കുഞ്ഞിനെ കാണുന്നില്ല എന്ന് പറഞ്ഞ് വലിയ ആൾക്കാരെ അറിയിക്കുകയും അങ്ങനെ പോലീസ് ഉൾപ്പെടെ കൊടും ക്രൂരതയാണ് ചെയ്തതല്ലേ? സന്തോഷം, ഓർത്തു നോക്കൂ, പ്രോസിക്യൂഷൻ അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ട്. പോലീസ് കണ്ടെത്തി ഈ കുഞ്ഞിന്റെ മരണം ഉറപ്പിക്കാൻ വേണ്ടി രണ്ടാമത് വീണ്ടും എടുത്തെറിഞ്ഞു എന്നൊക്കെ അന്ന് കൃത്യമായി അന്വേഷണ സംഘം കണ്ടെത്തിയത് നമ്മൾ ഓർക്കുന്നുണ്ട്. ഇപ്പോൾ തീർച്ചയായും ഈ കേസിൽ വളരെ പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം, പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഈ അഭിമാനകരമായി ഈ കേസ് തെളിയിക്കാൻ വളരെ അഭിമാനകരമായ ഒരു നേട്ടം കൂടിയായിരുന്നു ഇത്. കാരണം ഈ കുഞ്ഞിനെ അമ്മയാണ് കൊലപ്പെടുത്തിയത് എന്ന് തുടക്കത്തിൽ അമ്മ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിരുന്നില്ല. ശരണ്യ തുടർച്ചയായിട്ട് ചോദ്യം ചെയ്തിട്ടും സമ്മതിച്ചിരുന്നില്ല. പിന്നീട് പഴുതടച്ച ചോദ്യം ചെയ്യലിലാണ് പോലീസിനോട് അമ്മ ശരണ്യ കുറ്റം സമ്മതിക്കുന്നത്. പുലർച്ചെ 3 മണിക്കാണ് അച്ഛന്റെ അടുത്ത് കിടന്നുറങ്ങിയായിരുന്ന ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി കരയിലെ പാറക്കെട്ടിൽ എറിഞ്ഞ് കൊലപ്പെടുത്തിയത്. ഈ കുട്ടിയെ ആദ്യം എറിഞ്ഞ് മരിച്ചില്ല എന്ന് തോന്നി. പിന്നീട് മരണം ഉറപ്പിച്ചതിന് ശേഷമാണ് കടലിൽ എറിഞ്ഞ് ഈ കുഞ്ഞിനെ വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു വന്നത്. ഭർത്താവ് വീണ്ടും ഉറങ്ങിയതിന് പിന്നാലെ ഈ കുഞ്ഞിനെയും കൊണ്ട് മൊബൈൽ ടോർച്ചിന്റെ വെളിച്ചത്തിലാണ് കടൽ തീരത്ത് പോയി കുഞ്ഞിനെ പാറക്കെട്ടിൽ എറിഞ്ഞത്. കുഞ്ഞ് കരഞ്ഞപ്പോൾ തലക്കടിച്ചും ശ്വാസം മുട്ടിച്ചും കൊലപ്പെടുത്തുകയായിരുന്നു. പിന്നീട് കടലിൽ എറിഞ്ഞു. അതിനുശേഷം വീട്ടിൽ തിരിച്ചെത്തി കിടന്നുറങ്ങി. പുലർച്ചെ 6 മണിയോടുകൂടി ാണ് കുഞ്ഞിനെ കാണാനില്ല എന്ന് ഭർത്താവിനോട് പറയുന്നത്. തുടർന്ന് ശരിയായാലും വളരെ പ്രധാനപ്പെട്ട കേസായിരുന്നു. അമ്മ കുറ്റക്കാരിയാണ് എന്നിപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. അതീവ ക്രൂരമായ ഒരു കൊലപാതകം. മരണം ഉറപ്പിക്കാൻ വേണ്ടി ആ കുഞ്ഞിനെ വീണ്ടും പാറക്കെട്ടിലേക്ക് എറിയുകയായിരുന്നു ഈ ശരണി എന്ന അമ്മ അന്ന് ചെയ്തത്. വിവരങ്ങളാണ് ഇപ്പോൾ നൽകിയത് സന്തോഷ്.